നമ്മളിനി ഓണക്കാലത്തിലേക്ക് കടക്കുകയാണ്. ഓണാഘോഷമാണ്. ഓണമെന്ന് പറയുമ്പോൾ മലയാളികൾ സ്വന്തം നാട്ടിലേക്ക് പുറം നാടുകളിൽ നിന്നൊക്കെ മടങ്ങിയെത്തുന്ന സമയം കൂടിയാണ്. എവിടെയാണെങ്കിലും ഓണം സ്വന്തം വീട്ടിൽ ആഘോഷിക്കാൻ എല്ലാവരും താല്പര്യപ്പെടുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? ഇപ്പോൾ പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റിടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് തിരികെ വരാൻ ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ഒന്ന്, സ്പെഷ്യൽ ട്രെയിനുകൾ വളരെ കുറവാണ്. മാത്രമല്ല, ഉള്ള ട്രെയിനുകളിൽ തന്നെ ടിക്കറ്റ് ചാർജ് കൂടുതലാണ്. ഇനി നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ സാധാരണഗതിയിൽ നമ്മൾ KSRTC ബസ്സുകളെയാണ് ആശ്രയിക്കാറ് കൂടുതൽ. പക്ഷേ ഇത്തവണ KSRTCയുടെ സർവീസുകൾ കുറവാണെന്ന് കേൾക്കുന്നു. അതേസമയം തന്നെ പ്രൈവറ്റ് ബസ്സുകൾ ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാഹചര്യം വിശദമായി തന്നെ പരിശോധിക്കണം. പുറം നാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഇത്തവണ നാട്ടിലെത്തി വീട്ടിലെത്തി ഓണം കൂടാൻ കഴിയുമോ? സർക്കാർ അതിനുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ? പരിശോധിക്കാം. ഓണം ആഘോഷിക്കാൻ സ്വന്തം നാട്ടിലേക്ക് എത്തിച്ചേരുക എന്നത് എല്ലാ മലയാളികളെയും സംബന്ധിച്ച നൊസ്റ്റാൾജിയാണ്. മലയാളികൾ നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് KSRTCയും ഇന്ത്യൻ റെയിൽവേയുമാണ്. എന്നാൽ ഈ ഓണക്കാലത്ത് KSRTCയും റെയിൽവേയും എന്തൊക്കെയാണ് യാത്രക്കാർക്ക് കരുതി വച്ചിരിക്കുന്നത്? പരിശോധിക്കാം. ഓണക്കാലം വരികയാണ്. അന്യദേശങ്ങളിൽ നിന്നും സ്വന്തം നാടുകളിലേക്ക് എത്തിച്ചേരാൻ പൊതുജനങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന പൊതുഗതാഗത സംവിധാനമാണ് KSRTC. ഈ ഓണക്കാലത്ത് വേണ്ടത്ര സർവീസുകൾ KSRTC ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അതിൽ യാത്രക്കാർക്ക് എന്താണ് പറയാനുള്ളത്? പ്രത്യേകമായി പ്രഖ്യാപിക്കുന്ന പ്രത്യേക സർവീസുകളും ഇന്ത്യൻ റെയിൽവേയും ഇതുവരെയും കേരളത്തിൽ ഓടുന്നതിന് യാതൊന്നും ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ആ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഓണം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്വന്തം നാടുകളിലേക്ക് എത്താനുള്ള മുന്നൊരുക്കങ്ങൾ മലയാളികൾ ആരംഭിച്ചു കഴിഞ്ഞു. KSRTCയുടെ സർവീസുകളാണ് ഭൂരിഭാഗം മലയാളികളും ആശ്രയിക്കുന്നത്. കോഴിക്കോട് നിന്നും ബംഗളൂരു, മംഗളൂരു പോലെയുള്ള സ്ഥലങ്ങളിൽ ജോലി സംബന്ധമായും പഠനാവശ്യത്തിനായും താമസിക്കുന്നവർ ഏറെയുണ്ട്. എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ KSRTC ബസ്സുകളിൽ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ പകൽ സർവീസ് നടത്തുന്ന ബസ്സുകളിൽ മാത്രമാണ് ഏതാനും സീറ്റുകൾ ബാക്കിയുള്ളത്. ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ബസ്സുകളിൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടവർ ബുക്ക് ചെയ്യേണ്ട ദിവസത്തിന്റെ തലേ ദിവസം വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ഇത് കാരണം പ്രൈവറ്റ് സർവീസുകളെ ആശ്രയിക്കേണ്ട ദുരിതത്തിലാണ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ നല്ലതുപോലെ യാത്ര ചെയ്യാൻ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം. ഓണക്കാലം ആകുമ്പോൾ തിരക്ക് കൂടും, അപ്പോൾ അതിനനുസരിച്ച് ബസ് വേണ്ടേ? അതെ, ബസ് വേണം. ദീർഘദൂരമൊക്കെ പോകുന്ന വണ്ടികളിൽ ഡ്രൈവർ കം കണ്ടക്ടർ അത് ഇല്ല. ഒരു ഡ്രൈവർ തന്നെയാണ് ഇതുവരെ ബാംഗ്ലൂരോട്ട് ഓടിക്കേണ്ടി വരുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ഒരു അപകടമുണ്ട്. അപ്പോൾ അതിന് ആ ഒരു സംവിധാനം കൊണ്ടുവരേണ്ടതല്ലേ? അത് കൊണ്ടുവരേണ്ടതാണ്. അത് ഡ്രൈവർക്ക് തന്നെത്താൻ അങ്ങനെ എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കണ്ടക്ടറും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കണ്ണൂരേക്ക് എപ്പോൾ നോക്കിയാലും ബസ് ഉണ്ടാവില്ല. അത് വേണം കുറച്ചും കൂടി കണ്ണൂരേക്കുള്ള ബസ്. മക്കൾ വല്ലതും ദൂരെ ആരെങ്കിലും പഠിക്കുന്ന ആരെങ്കിലും ബാംഗ്ലൂരുണ്ട്. ഞാനിപ്പം ബാംഗ്ലൂരിലേക്ക് പോകാമെന്ന് പോകുന്നു. ഈ ബാംഗ്ലൂരിലേക്കുള്ള വണ്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് അതും വേണം. എല്ലാം നല്ലതല്ലേ? അത്ര ആൾക്കാർക്ക് ഒന്നത് ബുക്ക് ചെയ്യുമ്പോൾ സീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചുകൂടി എണ്ണം കൂടി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് അലൗഡ് ആകും. കൂടുതൽ യാത്രക്കാരുള്ള മുംബൈ, ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ സർവീസുകൾ ആരംഭിക്കണമെന്നാണ് അന്യസംസ്ഥാനത്ത് പ്രവാസ ജീവിതം നയിക്കുന്ന മലയാളികൾ പറയുന്നത്. ഓണക്കാലത്ത് സർവീസ് നടത്തുന്ന ട്രെയിനുകളിൽ ഇപ്പോൾ ഭൂരിഭാഗം സീറ്റുകളും ബുക്കായി കഴിഞ്ഞിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.